എല്ലാവർക്കും ഹിസാന വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഹിസാന. ഞാനിന്ന് ബേസിക് സയൻസ് വർക്ക്ഷീറ്റ്സ് ആൻഡ് ആൻസേഴ്സ് ആണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് സാറ് പുതുതായിട്ട് ആൽക്കലി എന്ന പദാർത്ഥം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു ഈ ക്ലാസ്സിലൂടെ. അപ്പൊ നമുക്കിന്ന് ഈ നോട്ടിലോട്ട് പോവാം. അപ്പൊ ആദ്യം ഈ സാർ ഇന്ന് പരിചയപ്പെടുത്തി തന്ന ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കുന്ന പദാർത്ഥങ്ങളെ അല്ലാത്തതുമായിട്ടിനെ വേർതിരിച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ ഒരു പട്ടികയാക്കാനാണ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദ്യത്തെ പദാർത്ഥം ഏതാണ്? ജലം, വാട്ടർ. അപ്പൊ അത് ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ മാറ്റമൊന്നും വരുത്തിയില്ല. അടുത്ത സബ്സ്റ്റൻസ് ഏതാണ്? ചുണ്ണാമ്പ് വെള്ളം, ലൈം വാട്ടർ. അത് ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കി, ബ്ലൂ കളർ ആക്കി. അടുത്ത സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് വിനാഗിരിയാണ്, വിനെഗർ. അത് ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ മാറ്റമൊന്നും വരുത്തിയില്ല. അടുത്ത പദാർത്ഥം എന്ന് പറയുന്നത് സോപ്പ് വെള്ളം, സോപ്പ് സൊല്യൂഷൻ. അത് ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീല നിറമാക്കി, ബ്ലൂ കളർ. അടുത്ത അവസാനമായി ഉപ്പ് ലായനി, സോൾട്ട് സൊല്യൂഷൻ. അത് ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ മാറ്റമൊന്നും വരുത്തിയില്ല, റെഡ് കളർ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതിലൊരു ചോദ്യം എന്ന് പറയുന്നത് ഏതൊക്കെ പദാർത്ഥങ്ങളാണ് ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുക? Which are the substances that turn red litmus paper blue? ഏതൊക്കെയാണ് ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കിയ പദാർത്ഥങ്ങൾ? ചുണ്ണാമ്പ് വെള്ളം, ലൈം വാട്ടറും സോപ്പ് വെള്ളം, സോപ്പ് സൊല്യൂഷനും ആണ്. ഏതൊക്കെയാണ്? ലൈം വാട്ടറും സോപ്പ് സൊല്യൂഷനും. അടുത്തത് ലബോറട്ടറിയിലെ ആൽക്കലികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാൽസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി അതായത് കാസ്റ്റിക് സോഡ, പിന്നെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ലായനി അതായത് കാസ്റ്റിക് പൊട്ടാഷ്, അമോണിയം ഹൈഡ്രോക്സൈഡ് ലായനി. ഇതൊക്കെയാണ് ലബോറട്ടറിയിലെ ആൽക്കലികൾ. Alkalis in laboratory. കാൽസ്യം ഹൈഡ്രോക്സൈഡ് അതായത് ലൈം വാട്ടർ, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ. ഇതൊക്കെയാണ് ലബോറട്ടറിയിലെ ആൽക്കലികൾ. അടുത്തത് നമുക്ക് ആൽക്കലി എന്താണെന്ന് നോക്കാം. ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന ചുണ്ണാമ്പ് വെള്ളം പോലുള്ള പദാർത്ഥങ്ങൾ ആൽക്കലികൾ എന്നറിയപ്പെടുന്നു. ഇവ കാരരുചി ഉള്ളവയും വഴുവഴുപ്പുള്ളവയുമായിരിക്കും. എന്താണ് ആൽക്കലി? അതെ, സബ്സ്റ്റൻസസ് ലൈക്ക് ലൈം വാട്ടർ വിച്ച് ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ ആർ കോൾഡ് ആൽക്കലീസ്. They have a bitter taste and are slimy. അടുത്തത് നമുക്ക് എന്താണ് സൂചകങ്ങൾ എന്ന് നോക്കാം. നിറം മാറ്റത്തിലൂടെ ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. മഞ്ഞൾ, ചെമ്പരത്തിപ്പൂവ്, ബീറ്റ്റൂട്ട് തുടങ്ങി ധാരാളം സസ്യഭാഗങ്ങൾ സൂചകങ്ങളായി ഉപയോഗിക്കുന്നവയാണ്. ലിറ്റ്മസ് പേപ്പർ ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ്. അടുത്തത് നമുക്ക് വാട്ട് ഈസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നോക്കാം. ഇൻഡിക്കേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ഹെൽപ്പ് us to distinguish between acids and alkalis through color change. Parts of plants like turmeric, hibiscus, beetroot, etc. can be used as indicators. Litmus paper is an indicator used in the laboratory. അടുത്തത് പരീക്ഷണശാലയിലെ സൂചകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സൂചകം ഫിനോഫ്തലീൻ. ഫിനോഫ്തലീൻ ആസിഡിലെ നിറം ഏതാണ്? അതിന് നിറമില്ല. ആൽക്കലിയിലെ നിറം പിങ്ക്. അടുത്ത സൂചകം മീഥൈൽ ഓറഞ്ച്. ആസിഡിലെ നിറം ഇളം പിങ്കും ആൽക്കലിയിലെ നിറം ഇളം മഞ്ഞയുമാണ്. ഇൻഡിക്കേറ്റേഴ്സ് ഇൻ ദ ലബോറട്ടറി. ആദ്യത്തെ ഇൻഡിക്കേറ്റർ ഏതാണ്? ഫിനോൾഫ്തലീൻ. കളർ ഇൻ ആസിഡ് കളർലെസ്, കളർ ഇൻ ആൽക്കലി പിങ്ക് കളർ. അടുത്തത് മീഥൈൽ ഓറഞ്ച്. കളർ ഇൻ ആസിഡ് പെയിൽ പിങ്ക്,
കളർ ഇൻ ആൽക്കലി പെയിൽ യെല്ലോ. അടുത്തത് സാറ് തന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതൊക്കെ വസ്തുക്കളാണ് ആസിഡിനെ തിരിച്ചറിയാനുള്ള സൂചകമായി ഉപയോഗിക്കാവുന്നത്? പിന്നെ ഏതൊക്കെ വസ്തുക്കളാണ് ആൽക്കലിയെ തിരിച്ചറിയാനുള്ള സൂചകമായി ഉപയോഗിക്കുന്നത്? ഈ പട്ടികയും നോക്കിയിട്ട് വേണം ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ തയ്യാറാക്കാനായിട്ട്. അപ്പൊ ആ പട്ടികയിലെ ആദ്യം ഉപയോഗിച്ച വസ്തു ആസിഡിലെ നിറം, ആൽക്കലിയിലെ നിറം. ഉപയോഗിച്ച വസ്തു ഏതാണ്? നീല ലിറ്റ്മസ് പേപ്പർ. ആസിഡിലെ നിറം ചുവപ്പ്, ആൽക്കലിയിലെ നിറമോ നീല. അടുത്ത ഉപയോഗിച്ച വസ്തു എന്ന് പറയുന്നത് മുളകുപൊടി. അത് ആസിഡിലെ നിറം ഇളം ചുവപ്പും ആൽക്കലിയിലെ നിറം ഇളം ചുവപ്പ് തന്നെയാണ്. അടുത്തത് ഉപയോഗിച്ച വസ്തു ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ആണ്. ആസിഡിലെ നിറം ചുവപ്പ് തന്നെയാണ്, ആൽക്കലിയിലെ നിറം നീലയാണ്. അടുത്ത ഉപയോഗിച്ച വസ്തു ചെമ്പരത്തി പേപ്പർ. ചെമ്പരത്തി പേപ്പർ നീലയാണ്, ആസിഡിലെ നിറം ചുവപ്പ്, ആൽക്കലിയിലെ നിറം നീല. അടുത്തത് ഫിനോഫ്തലീൻ. അത് ആസിഡിലെ നിറമില്ല അതിന്, ആൽക്കലിയിലെ നിറം പിങ്ക്. അടുത്തത് വെള്ള പേപ്പർ. അത് ആസിഡിലെ നിറം വെള്ളയാണ്, ആൽക്കലിയിലെ നിറവും വെള്ളയാണ്. അടുത്ത ഉപയോഗിച്ച വസ്തു കരിപ്പൊടി. ആസിഡിലെ നിറം കറുപ്പ്, ആൽക്കലിയിലെ നിറവും കറുപ്പ്. അടുത്തത് മീഥൈൽ ഓറഞ്ച്. അത് ആസിഡിലെ നിറം ഇളം പിങ്കും ആൽക്കലിയിലെ നിറം ഇളം മഞ്ഞയുമാണ്. അടുത്ത ഉപയോഗിച്ച വസ്തു തുള്ളി നീലം, ലിക്വിഡ് ബ്ലൂ. അത് ആസിഡിലെ നിറം നീലയും ആൽക്കലിയിലെ നിറം നീലയുമാണ്. അടുത്ത ഉപയോഗിച്ച വസ്തു മഞ്ഞൾ. അത് ആസിഡിലെ നിറം മഞ്ഞ തന്നെയാണ്, ആൽക്കലിയിലെ നിറം ചുവപ്പാണ്. അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 45 ഉണ്ട് ഈ ക്വസ്റ്റ്യൻ. അപ്പോ ഈ ഒരു കോളത്തിൽ നിന്ന് നമ്മൾ വാട്ട് ആർ ദി സബ്സ്റ്റൻസസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സ് ടു ഐഡന്റിഫൈ ആസിഡിന്റെ ഉത്തരവും ഈ ക്വസ്റ്റ്യന്റെ ഉത്തരവും വാട്ട് ആർ ദി ഇൻഡിക്കേറ്റേഴ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഐഡന്റിഫൈ ആൽക്കലി എന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരവും നമ്മൾ ഈ കോളത്തിൽ നിന്ന് കണ്ടുപിടിക്കണം. ഇത് പേജ് നമ്പർ 45 ഉണ്ട്. നമുക്കതിന്റെ ഉത്തരം നോക്കാം. അപ്പോൾ വിച്ച് ആർ ദി ഇൻഡിക്കേറ്റേഴ്സ് ടു ഐഡന്റിഫൈ ദി ആസിഡ്സ്? അതെ, ഹിബിസ്കസ് ഫ്ലവർ പേപ്പർ റെഡ് കളർ, ബ്ലൂ ലിറ്റ്മസ് റെഡ് കളർ, മീഥൈൽ ഓറഞ്ച് ലൈറ്റ് പിങ്ക്. ഇനി ഇൻഡിക്കേറ്റേഴ്സ് ടു ഐഡന്റിഫൈ ആൽക്കലീസ്: റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ, ഹിബിസ്കസ് പേപ്പർ soaked in acid and dried blue, turmeric red, phenolphthalein pink, methyl orange, pale yellow. ഇനി മലയാളത്തില് ആസിഡുകൾ തിരിച്ചറിയുന്നതിനുള്ള സൂചകങ്ങൾ ഏതാണ്? അതെ, ചെമ്പരത്തി പേപ്പർ ചുവന്ന നിറം, നീല ലിറ്റ്മസ് പേപ്പർ ചുവന്ന നിറം, മീഥൈൽ ഓറഞ്ച് ഇളം പിങ്ക്. ഇനി ആൽക്കലികൾ തിരിച്ചറിയാനുള്ള സൂചകങ്ങൾ ഏതൊക്കെയാണ്? ചുവന്ന ലിറ്റ്മസ് പേപ്പർ നീല, ചെമ്പരത്തി പേപ്പർ ആസിഡിൽ കുതിർത്ത് ഉണക്കിയത് നീല, മഞ്ഞൾ ചുവപ്പ്, ഫിനോഫ്തലീൻ പിങ്ക് നിറമാണ്, മീഥൈൽ ഓറഞ്ച് ഇളം മഞ്ഞ. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഞാൻ പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് വഴിയെ ഞാൻ എന്റെ ഉത്തരം ഇടുന്നതായിരിക്കും. അപ്പൊ ഇത്രയായിരുന്നു വർക്ക്സ് ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.